എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഇതല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഈ ലോകത്തൊന്നുമില്ല പ്രിയമുള്ളവരെ, ഒന്നുമില്ല. അത് മനസ്സിലാക്കും. വേറെ ഒന്നുകൊണ്ടും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല. അരിഷ്ടത നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ അരിഷ്ടതയൊന്നും അധികം അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 50 വർഷം പിന്നോട്ട് നോക്കിയാൽ ജീവിതം മുഴുവൻ അരിഷ്ടത നിറഞ്ഞ് മാതാപിതാക്കൾ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടിയതും, അവരോടിയ ഓട്ടവും, അവർ നടന്നത് നടപ്പും, അവർ കാലിൽ ചെരുപ്പില്ലാതെ കിലോമീറ്റർ ചന്തയിൽ പോയി വസ്തുക്കൾ വിൽക്കാനും അല്ലെങ്കിൽ വാങ്ങാനും അവർ അരിഷ്ടത. അന്ന് മറ്റ് പനി, മഞ്ഞപ്പിത്തം, പൊങ്ങം പനി, മറ്റുള്ള കാര്യങ്ങൾ, അരിഷ്ടത നിറഞ്ഞ ഒരു ജീവിതം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അരിഷ്ടത എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത നിറഞ്ഞ മനസ്സ് തകർന്നവൻ. ഹല്ലേലൂയ. മനസ്സിൽ തകർച്ചയുണ്ടാകണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറയും. അങ്ങനെയുള്ളവനെയും യഹോവ സമീപിക്കും. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ മഹിമാധിക്യം? ഹല്ലേലൂയ. സങ്കീർത്തനം 150:2 പറഞ്ഞിരിക്കുന്നു, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം യഹോവയെ സ്തുതിക്കുക. എന്താണ് ദൈവത്തിൻ്റെ മഹിമാധിക്യം? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം. മതി. യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ തിരുമേശയുടെയും സങ്കീർത്തനത്തിൻ്റെയും കൂടെ പ്രബോധനം ഒന്നിച്ച് പറയുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എഴുതി വച്ചിരിക്കുന്നത്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അല്ലാതെ കർത്താവ് പ്രാർത്ഥിച്ചില്ല, ഞാൻ അവരുടെ വസ്തുവിൻ്റെ വീതി കൂട്ടി, ഞാൻ അവരുടെ എത്രയോ രോഗികളെ യേശു സൗഖ്യമാക്കി, എത്രയോ മരിച്ചവരെ യേശു സുഖപ്പെടുത്തി, വിധവയുടെ മകനെ ലാസറിനെ, അങ്ങനെ നിരവധി പേരെ മരിച്ചവരെ സുഖപ്പെടുത്തി, എത്രയോ ബധിരന്, അന്ധന് കാഴ്ച നൽകി, ബധിരന് കേൾവി നൽകി, വിശക്കുന്നവന് ഭക്ഷണം നൽകി. കർത്താവ് അതൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമുക്ക് പറയാൻ കാണും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിതാവിൻ്റെ അടുത്ത് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി കാണുന്നു. പിതാവിൻ്റെ അടുത്ത് യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഇന്നിവിടെ നിന്നുകൊണ്ട് എനിക്കും പറയാനുള്ളത്, എൻ്റേതൊന്നും ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നില്ല. എൻ്റെ ബുദ്ധിയിലുള്ള ഒന്നും ഞാൻ പകർന്നു തന്നില്ല. ദൈവം തന്ന വചനം ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു. അതാണ് യഥാർത്ഥ സുവിശേഷം. എന്നെ സെമിനാരിയിൽ പണ്ട് പഠിപ്പിച്ച ശ്രേഷ്ഠന്മാരായ അപ്പച്ചന്മാരുണ്ടായിരുന്നു. MV വർഗീസ് അപ്പച്ചൻ കുമ്പനാട് കൺവെൻഷനിൽ അവസാനം കർത്തൃമേശ എടുക്കുന്ന, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അദ്ദേഹം മരിച്ചുപോയി, വളരെ സീനിയർ, എന്നെ പഠിപ്പിച്ച ആളാണ്. KM ജോൺ പാസ്റ്റർ, അവർ മരിച്ചു. MV വർഗീസ് അപ്പച്ചൻ മരിച്ചുപോയി. KM ജോൺ അപ്പച്ചൻ മരിച്ചുപോയി, അദ്ദേഹം സീനിയർ പാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ TC ഈശോ അപ്പച്ചൻ, അദ്ദേഹം സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി. CI ചെറിയാൻ, ഇവരുടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം ജീവനോടിരിക്കുന്ന പഠിപ്പിച്ച ഒരധ്യാപകനേ ഉള്ളൂ, KC ജോൺ. അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹമേ ഉള്ളൂ. ഇവരാരും ഞങ്ങളോടാരോടും ആ കാലഘട്ടത്തിൽ പഠിച്ചവരോട് വസ്തുക്കൾ കിട്ടുമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടൊറ്റ വാക്യം ആരോടും പറഞ്ഞേക്കരുതെന്നാണ് പറഞ്ഞത്. ചങ്കി കൈവച്ചുകൊണ്ട് പറയും. അതൊക്കെ പൈശാചികമാണ്. നിനക്കാവശ്യമുള്ളത് ഉറക്കത്തിൽ തരുന്നൊരു ദൈവമുണ്ട്. ഉണ്ട്. ഇതാണ് യഥാർത്ഥ സുവിശേഷം. നീ എനിക്ക് തന്ന വചനം അവൻ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഞാൻ ഈ ജനത്തിന് കൊടുത്തു. അത് തന്നെ നീയും ചെയ്യുക. ഹല്ലേലൂയ. അത് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷമുള്ളൂ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? നീ എനിക്ക് തന്ന വചനം, നീ വചനമായി തീർന്നതാണ് ഞാൻ. വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ജഡമായി തീർന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അവർക്ക് നൽകി, എന്നെ തന്നെ അവർക്ക് നൽകി, ഞാൻ തന്നെ അവർക്ക് പകർന്നു നൽകി.
ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ മഹിമ. ദൈവത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ആ വചനമാണ് ഞാൻ തന്നെ അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, ഇതാ തിരുമേശ, ഇതാണ് കർത്തൃമേശ. ഹല്ലേലൂയ. കർത്തൃമേശയുടെ ആഴത്തിലേക്ക് നമ്മൾ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ വാക്കിൽ കർത്തൃമേശ എന്ന് പറഞ്ഞാൽ, തിരുമേശ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ വളരെ വ്യക്തമായി ആഴത്തിൽ ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ. അതായത് 3 കാര്യങ്ങളായിരുന്നു അവിടെ ദൈവം പ്രഘോഷിപ്പിച്ചത്. ഒന്ന്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. മൂന്നാമത്തേത്, ഹല്ലേലൂയ, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതാണ് നമ്മൾ വെള്ളിയാഴ്ച ധ്യാനിച്ചത്, നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് തിരുമേശയെക്കുറിച്ചാണ്. ഇതാണ്, അതിനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ജീവൻ്റെ വചനം ക്രിസ്തു തന്നെയാകുന്നു. അവൻ വചനമയച്ച് സൗഖ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇടപെട്ട് സൗഖ്യം നൽകിയെന്ന ജീവൻ്റെ വചനം, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുക. ഹല്ലേലൂയ. തിരുമേശ നമ്മൾ അനുഭവിക്കുവാനുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 26:29 ഒന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഇരുപത്തെട്ട് 29. അത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ അടുത്ത വരി, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിന്ന് നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനിയും കുടിക്കുകയില്ല. ഇത് പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി എന്നടുത്ത വാക്യത്തിൽ യേശുക്രിസ്തു അന്ത്യ അത്താഴം ഒരുക്കി. അന്ത്യ അത്താഴത്തിൽ യേശു കപ്പവും വീഞ്ഞും എടുത്ത് അവർക്ക് കൊടുക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പറയുകയാണ്, നിങ്ങളിപ്പോൾ കഴിച്ചത് ഞാൻ പകർന്നു തന്ന അപ്പവും വീഞ്ഞും. ഇനി ഈ മുന്തിരിയുടെ അനുഭവം ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷിക്കുകയില്ല. ഇനി ഈ മുന്തിരിയുടെ അനുഭവം ഇനി ഞാൻ ഈ ഭൂമിയിൽ നിങ്ങളോട് കൂടെ ഭക്ഷിക്കുകയില്ല. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനിയും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നാം ഒന്നിച്ച് മുന്തിരിവള്ളിയുടെ അനുഭവം അനുഭവിക്കുന്നിടം വരെ ഞാൻ ഇനി ഈ മുന്തിരിയുടെ അനുഭവം ഇവിടെ അനുഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി അവർ പിരിഞ്ഞു. യേശു ഒലിവ് മലയിലേക്കും പോയി. ശിഷ്യർ എങ്ങോട്ട് പോയെന്ന് എഴുതിയിട്ടുമില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ, എന്താണ് പറഞ്ഞത്? ഇതെൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമെന്ന് പറഞ്ഞ് അവനവർക്ക് വിഭജിച്ച് കൊടുത്തേച്ച്. ഹല്ലേലൂയ. 29 വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനിയും കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് മുന്തിരിവള്ളിയുടെ അനുഭവം? മുന്തിരിവള്ളിയുടെ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അൻ എക്സ്പീരിയൻസ് ഓഫ് ക്രഷിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതൊരു തകർക്കപ്പെടലിൻ്റെ അനുഭവമാണ്. ആ മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്തിരിച്ചാറ് കിട്ടണമെങ്കിൽ ആ മുന്തിരി ഉടയപ്പെടണം. മുന്തിരി എടുത്ത് അതുപോലെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ നിന്ന് ചാറ് കിട്ടുകയില്ല. മുന്തിരി ഉടയപ്പെടണം. മുന്തിരി ഉടയപ്പെടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്തിരിച്ചാറ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ കുരിശിലേക്കുള്ള ഈ യാത്ര, ഈ അനുഭവം, ഈ അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ അനുഭവം കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ പരസ്യ ശുശ്രൂഷ അവിടെ സ്റ്റോപ്പാവുകയാണ്.
അത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പ് ഒലിവ് മലയിലേക്കുള്ള യാത്ര, അവിടെയുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞ് കുരിശിലേക്കുള്ള യാത്ര. ഹല്ലേലൂയ. ആ കുരിശിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു മുന്തിരിവള്ളിയുടെ അനുഭവത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇവിടെ അവൻ സ്വയം കൈകൊണ്ട് ഹല്ലേലൂയ ദാർശനികമായി അപ്പവും രക്തവും വിഭജിച്ച് നൽകിയെങ്കിൽ ഇതാ ഇനി അവൻ സ്വയം മുന്തിരിവള്ളിയുടെ അനുഭവമായി തീരുവാൻ കുരിശിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, മോനെ ഇനിയും ഇതുപോലെ പന്തിയിലിരിക്കുക. ലാസറിൻ്റെ ഭവനത്തിൽ പന്തിയിലിരുന്നപ്പം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 വിഭജിച്ചപ്പോഴും അവൻ പന്തിയിലിരുന്നു. ഹല്ലേലൂയ. മാർത്ത മറിയയുടെ ഭവനത്തിൽ ഹല്ലേലൂയ അവൻ പന്തിയിലിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പല പന്തിയിലും ഇരുന്നു. ഇനിയും ഞാൻ ഈ പന്തി വിഭജനം, പന്തി ഭോജനമില്ല. എന്നാൽ ഇനിയും നമുക്കൊരു പന്തി ഭോജനമുണ്ട്. എൻ്റെ പിതാവിൻ്റെ സ്വർഗത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഹല്ലേലൂയ ആ മുന്തിരിയുടെ അനുഭവം അനുഭവിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇതാണ്. ഈ ലോകത്തിനപ്പുറമായിട്ട് ഒരു വലിയ അനുഭവം, മുന്തിരിയുടെ അനുഭവം അനുഭവിക്കുവാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒരുക്കുന്ന ഒരനുഭവമുണ്ട്. അത് നാം പ്രത്യാശയോടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ തിരുമേശ കൊണ്ടൊരർത്ഥവുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വിടുതൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. അവൻ അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എനിക്ക് തന്ന വചനം ഞാൻ എന്നെ തന്നെ ഇവർക്ക് നൽകി. ഇനിയും ഒരനുഭവം കൂടിയുണ്ട്. ഞാനും ഇവരും കൂടെ ഒന്നിച്ച് അവിടെ ഇരുന്ന ഭക്ഷണം ഭുജിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലെ എന്ത് കണക്കുകൂട്ടലായാലും, എന്ത് ചിന്തകളായാലും, എന്ത് കാൽക്കുലേഷനായാലും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:13. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. നമ്മൾ കണക്ക് കൂട്ടുക, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇച്ഛിക്കുക. അങ്ങനെ പോയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഇങ്ങനെയായാൽ ഇനിയും കൊള്ളാം, ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്. നമ്മൾ അതിരുകൾ വിശാലമാക്കുന്നു. നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ സഫലമാക്കാൻ വേണ്ടി ഓടുന്നു. ഇതൊക്കെ ചെയ്യും, നല്ല കാര്യം, ചിന്തിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ ഇവിടെ വചനം പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ തിരുവുള്ളമുണ്ടായി ദൈവമാ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ഇച്ഛ കൊണ്ട് കണക്കൂട്ടി എത്രയോ കാര്യങ്ങൾ നമ്മൾ കണക്കുകൂട്ടി, എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ നേടി. ഇതൊക്കെ എത്ര ദിവസം അഥവാ ഉണ്ടെങ്കിലുണ്ട്. ഹല്ലേലൂയ. ദൈവം തിരുവുള്ളമുണ്ടായി തോന്നണം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും, പ്രവൃത്തിയും ദൈവത്തിന് തിരുഹിതമുണ്ടാകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക സാന്നിധ്യം അവരുടെ ഇടയിൽ കഴിയുകയാണ്. ഇനിയും ഒരു സ്വർഗത്തിലെ വിരുന്നുണ്ട്. ഒരു സ്വർഗത്തിലെ അതൊരു പ്രത്യാശയുടെ ബലമാണ്. പ്രത്യാശയുടെ ബലവും പ്രശംസയും മുറുകെ പിടിച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. ആ ഒരു ബലമാണ്. ഹല്ലേലൂയ. മുന്തിരിവള്ളിയുടെ അനുഭവം ഇത് അവിടുത്തെ രക്തത്തെയും പുതിയ ഉടമ്പടിയെയും കാണിക്കുന്നു. മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ ചൊരിഞ്ഞ രക്തത്തെയും, ആ ചൊരിഞ്ഞ രക്തം പുതിയ ഒരു ഉടമ്പടി, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഉടമ്പടി തരുന്നു എന്ന് പറഞ്ഞ് പാനപാത്രം എടുത്ത് നൽകുമ്പോൾ ഹല്ലേലൂയ. എന്താണ് പുതിയ ഉടമ്പടി? നമ്മൾ വെള്ളിയാഴ്ച പഠിച്ചതാ. ആട്ടുരക്തങ്ങളും ആടുകളുടെയും കാളക്കിടാവിൻ്റെയും രക്തത്തിന് പാപത്തെ പരിഹരിക്കുവാൻ കഴിയാതെ ആയിരുന്നപ്പോൾ നിഷ്കളങ്ക രക്തം അവൻ നിലത്ത് ചിന്തി എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഹല്ലേലൂയ അവൻ സ്വയം ബലിയായി യാഗമായി തീർന്നതാ. ഹല്ലേലൂയ. ഇതാ ഞാൻ വരുന്നു, അതിനെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതിനു വേണ്ടി ഞാൻ വരുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ തൻ്റെ ഏകജാതനായ പുത്രൻ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മുന്തിരിവള്ളിയുടെ അനുഭവം അവൻ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അനുഭവമാണ്. മുന്തിരിവള്ളിയുടെ അനുഭവം എനിക്ക് വേണ്ടി ചിന്തിയ അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമ പ്രവാചകർ, ഹല്ലേലൂയ, മഹാപുരോഹിതന്മാർ കാളയുടെ ആടിൻ്റെ രക്തം ഒരു തളികയിൽ എടുത്തിട്ട് യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിക്കും. 1, 2, 3 അങ്ങനെ 7 പ്രാവശ്യം. അത് ശുശ്രൂഷയുടെ രീതിയാണ്.
ഹല്ലേലൂയ, കാൽവറി ക്രൂശിൽ, ആ മരക്കുരിശിൽ യേശു കർത്താവ് തൻ്റെ രക്തം 7 പ്രാവശ്യം ചിന്തി തൻ്റെ 2 കൈകളിൽ, 2 കാലുകളിൽ, തൻ്റെ മാറിൽ, തൻ്റെ ശിരസിൽ 7 പ്രാവശ്യം കാൽവറി ക്രൂശിൽ അവൻ യാഗപീഠത്തിൽ തളിച്ച രക്തം ചിന്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്തിരിയുടെ അനുഭവം ഇതായി തീരണം പ്രിയമുള്ളവരെ. എനിക്കിതല്ലാതെ വേറൊന്നും അറിയില്ല പറയാൻ. ഹല്ലേലൂയ. ഇതല്ലാതെ വേറൊന്നുമില്ല സുവിശേഷം, ഇതല്ലാതെ വേറെ ഒന്നുമില്ല രക്ഷയുടെ ആനന്ദം. ഹല്ലേലൂയ. ഈ അനുഭവം അവനവൻ സ്വയം കണ്ടെത്തണം. ഇതാരും പറഞ്ഞു തന്നാൽ ഈ അനുഭവം ലഭിക്കത്തില്ല. ഈ അനുഭവം അവനവൻ സ്വന്തമായി കണ്ടെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയുള്ളവരായിരിക്കാം. ഇവിടുത്തെ അനുഭവങ്ങൾ, ഇവിടുത്തെ തീന്മേശകൾ, ഇവിടുത്തെ ഭക്ഷണമേശകൾ, ഇവിടുത്തെ മുന്തിരി, ഇതെല്ലാം നാളെ കഴിയും, അടുത്ത ദിവസങ്ങളിൽ കഴിയും. നമുക്കൊരു തിരുമേശ എൻ്റെ കർത്താവ് അവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഹല്ലേലൂയ യെരുശലേമിലേക്ക് പ്രവേശിക്കാൻ പോയപ്പോൾ അത് രാജകീയ പ്രവേശനമെന്നാണ് വേദപുസ്തകത്തിൽ ടൈറ്റിലിട്ട് എഴുതിയിരിക്കുന്ന. കത്തോലിക്ക ബൈബിളിലൊക്കെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു രാജകീയ, അതുകൊണ്ടാണ് രാജാവേ ജയ ജയ എന്ന് ജനങ്ങൾ പാടിയത്. അവന് വേണ്ടി പരവതാനി വിരിച്ചത്, അല്ലാതെ അമ്പലത്തിലിടുന്ന പൂ എറിയുകയല്ലായിരുന്നു. അത് ഇവിടുത്തെ ഹൈന്ദവ ശിഷ്ടത്തിൽ കൊണ്ടുവന്നതാണ്. വസ്ത്രം വിരിക്കുക, പരവതാനി, റെഡ് കാർപ്പറ്റ് വിരിക്കുകയായിരുന്നു അവനെ രാജാവായി സ്വീകരിക്കാൻ. പക്ഷേ അവൻ കടന്നുപോയത് ഒരു കഴുതക്കുട്ടിയുടെ മുകളിലാണ്. ഒരു കുതിരയെ ആ നാട്ടിൽ കിട്ടാഞ്ഞിട്ടല്ല, 2 കുതിരകൾ വലിക്കുന്ന ഒരു രഥം കിട്ടാഞ്ഞിട്ടല്ല, ധനികരുടെ വീട്ടിലെ വിലയേറിയ കുതിരകളെ കെട്ടിയ വണ്ടി കിട്ടാഞ്ഞിട്ടല്ല. അവൻ കടന്നുപോയത് ഹല്ലേലൂയ ഒരു കഴുതയുടെ മുകളിലാണ്. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഭൂമിയോളം ഹല്ലേലൂയ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണി മണ്ണിലിട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞ് അല്ലെ ഒരു 6 ദിവസം കഴിഞ്ഞ് കിളച്ച് നോക്കുമ്പോഴും ആ ഗോതമ്പ് മണി അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുക എന്ന് ഒരു പ്രയോജനവുമില്ല. ആ ഗോതമ്പ് മണി നിലത്ത് വീണിട്ട് അഴുകണം, അതിൽ നിന്നൊരു മുള പൊട്ടണം. ആ മുള പൊട്ടിക്കഴിയുമ്പോൾ അതൊരു സസ്യമായി തീരും. അത് സസ്യമായി തീരുമ്പോൾ അതിൽ 100 മേനി ഫലമുണ്ടാകും. അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും, അത് ക്ഷയിച്ചു പോകും. ഹല്ലേലൂയ. അതുകൊണ്ടവൻ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് പോയത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. എന്നാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് പന്തിഭോജനം അനുഭവിക്കുവാൻ കഴുതക്കുട്ടിയല്ല, വിരുന്നൊരുക്കി അലങ്കരിച്ച് വച്ചിരിക്കുന്ന ഒരു മാളിക നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. കഴുതക്കുട്ടിയുടെ മുകളിലാണ് അങ്ങോട്ട് പ്രവേശിച്ചതെങ്കിൽ പെസഹ ആചരിക്കാൻ അനേകമായ വിലയേറിയ മാളിക ഒരുക്കി ദൈവം പ്രത്യേകം വെച്ചിട്ടുണ്ട്. അവൻ ഏറ്റവും സൗമ്യനും താഴ്മയുള്ളവനുമായി ഭൂമിയിൽ വന്നെങ്കിൽ ഹല്ലേലൂയ മുന്തിരിയുടെ അനുഭവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് സ്വർഗീയ മാളികയിലാണ്. ഹല്ലേലൂയ സ്വർഗീയ മാളികയിലാണ്. ശിഷ്യന്മാർ പോലും അന്താളിച്ചു പോയി. ഇത്ര വലിയ ഒരുക്കിയ മാളിക നീതപ്പം സംഭവിച്ചു, നീതപ്പം പറഞ്ഞു, ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ, ഇതാരാണ് ഈ സെറ്റപ്പൊക്കെ ചെയ്തത്? ദൈവം ഒരുക്കി വെച്ചു. ഇനി മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ ഈ ഭൂമിയിൽ അനുഭവിക്കത്തില്ല. നമുക്കൊരു മുന്തിരിയുടെ അനുഭവമുണ്ട്, അത് സ്വർഗീയ അനുഭവമാണ്. അതിനുവേണ്ടി അവൻ താഴ്മയുള്ളവനായി, മുറിവേറ്റവനായി, കഷ്ടം സഹിക്കുന്നവനായി, ബലഹീനനായി, എളിമയുള്ളവനായി ഹല്ലേലൂയ നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ, ഹല്ലേലൂയ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ, നിങ്ങളെ തന്നെ എളിമയുള്ളവനാക്കി തീർക്കുമ്പോൾ, നിങ്ങളെ തന്നെ സൗമ്യതയുള്ളവനാക്കി തീർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ അനുഭവം എൻ്റെ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുക. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ ഏൽപ്പിക്കുക. കർത്താവേ, തിരുമേശയുടെ സാന്നിധ്യം ഹല്ലേലൂയ ആ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നതാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.